പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4-ലെ പേജ് നമ്പർ 83-ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. അപ്പോൾ പിക്ടോഗ്രാഫ്സിനെ കുറിച്ചുള്ള ഫിഗർ ഇറ്റ് ഔട്ടാണ്. പിക്ടോഗ്രാഫ്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾ ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഫോളോയിങ് പിക്ടോഗ്രാഫ് ഷോ ദ നമ്പർ ഓഫ് ബുക്സ് ബോറോഡ് ബൈ സ്റ്റുഡൻസ് ഇൻ എ വീക്ക് ഫ്രം ദ ലൈബ്രറി ഓഫ് മിഡിൽ സ്കൂൾ ഗിന്നോരി. അപ്പോൾ മിഡിൽ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് ഒരു വീക്കിൽ സ്റ്റുഡൻസ് ബോറോ ചെയ്ത ബുക്കിൻ്റെ നമ്പേഴ്സ് കാണിക്കുന്നതാണ് നമുക്ക് താഴെ തന്നിട്ടുള്ള പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ഈ പിക്ടോഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ തന്നിട്ടുള്ള സ്കെയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ സ്കെയിൽ ഓർ കീ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ തന്നിരിക്കുന്ന സിമ്പിൾ അല്ലെങ്കിൽ ഈ പിക്ചർ എത്ര നമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് വേണം ഓരോ ദിവസവുമുള്ള നമ്പർ ഓഫ് ബുക്സ് ബോറോഡ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബുക്കിനെയാണ് ഒരു പിക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൺഡേയിൽ എത്ര ബുക്ക് ബോറോ ചെയ്തിട്ടുണ്ട്? 1 2 3 4 5. അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ട്യൂസ്ഡേയിൽ 1 2 3 4, വെനസ്ഡേയിൽ 2, തേഴ്സ്ഡേയിൽ 0, ഇവിടെ 1 2 3 4 5, ഇവിടെ 1 2 3 4 5 6 7 8. സാറ്റർഡേയിൽ 8 ബുക്സ് ബോറോ ചെയ്തിട്ടുണ്ട്. ഓൺ വിച്ച് ഡേ വേർ ദ മിനിമം നമ്പർ ഓഫ് ബുക്സ് ബോറോഡ്. അതായത് ഏറ്റവും കുറവ് ബുക്ക് ബോറോ ചെയ്തിട്ടുള്ളത് ഏത് ദിവസമാണ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ദിവസമാണ്? ഇവിടെ തേഴ്സ്ഡേയിൽ ബുക്കുകളൊന്നും ബോറോ ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് ദിവസമാണ്? തേഴ്സ്ഡേ ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ തേഴ്സ്ഡേ. അടുത്ത, വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ബോറോ ഡ്യൂറിങ് ദ വീക്ക്. അപ്പം ഈ വീക്കിൽ മൊത്തത്തിൽ ബോറോ ചെയ്ത ബുക്സിൻ്റെ ടോട്ടൽ നമ്പറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. 5 + 4 + 2 + 5 + 8. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എത്രയാണ്? 5 + 4 + 2 + 5 + 8. 0 വേണ്ടാത്തത് കൊണ്ട് ഞാൻ എഴുതിയില്ല കേട്ടോ. 5 + 4 9, 9 + 2 11, 11 + 5 16, 16 + 8 24. അപ്പോൾ ഒരു വീക്കിൽ 24 ബുക്സാണ് ബോറോ ചെയ്തത്. ഓൺ വിച്ച് ഡേ വേർ ദ മാക്സിമം നമ്പർ ഓഫ് ബുക്സ് ബോറോഡ്. മാക്സിമം നമ്പർ ഓഫ് ബുക്സ് ബോറോ ചെയ്തത് ഏത് ദിവസമാണ്? സാറ്റർഡേ ആണ്. സാറ്റർഡേ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മഗാൻ ബായി സെൽസ് കൈറ്റ് അറ്റ് ജാംനഗർ. 6 shopkeepers from nearby villages come to purchase kites from him. The number of kites he sold to these 6 shopkeepers are given below. അപ്പോൾ നോക്കി, ഇവിടെ ഷോപ്പ് കീപ്പേഴ്സിൻ്റെ നമ്പേഴ്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് കൈറ്റ് സോൾഡും തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണം. പ്രിപ്പയർ എ പിക്ടോഗ്രാഫ് യൂസിങ് ദ സിമ്പിൾ ടു റെപ്രസെൻറ്റ് 100 കൈറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സിമ്പിൾ 100 കൈറ്റ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ പിക്ടോഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 100 കൈറ്റ്സ് എന്നുള്ളത് നമ്മൾ സ്കെയിലായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് കോളം ഷോപ്പ് കീപ്പർ, അടുത്തത് നമ്പർ ഓഫ് കൈറ്റ്സ് സോൾഡ്, എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇവിടെ ഈ ഒരു പിക്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു പിക്ചർ വരച്ചിട്ട് ഇവിടെ 100 കൈറ്റ്സ് എന്ന് സ്കെയിൽ എഴുതണം കേട്ടോ. അപ്പോൾ 2 കോളമാണ് നമ്മുടെ പിക്ടോഗ്രാഫിന് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ ആരാണ്? ഷോപ്പ് കീപ്പറിൻ്റെ നെയിം ചമൻ. 250 കൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ 100 കൈറ്റ്സിനെയാണ് കാണിക്കുന്നതെങ്കിൽ 250 വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഫുൾ കൈറ്റുകളും 2 എണ്ണം
ഫുള്ള് വരയ്ക്കണം. അപ്പോൾ എന്തായി? 200 ആയി. ഇനി 50 കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഹാഫ് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ 250 ആണ് വേണ്ടത്. അപ്പോൾ 250ക്ക് ഒരെണ്ണത്തിൻ്റെ ഹാഫ് മതി. ഓക്കെ. അടുത്തത് റാണിക്ക് 300 ആണ്. 300 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ള് വരയ്ക്കാം. അപ്പോൾ 100, 200, 300. അടുത്തത് രുക്സാനയ്ക്ക് എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരയ്ക്കണം? രുക്സാന 100 ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു കൈറ്റ് മാത്രം വരച്ചാൽ മതി. അടുത്തത് ജസ്മീത്ത് 450 ആണ്. 450 വരുമ്പോൾ എന്ത് ചെയ്യണം? 4 എണ്ണം ഫുള്ള് വരയ്ക്കണം. 1, 2, 3, 4, 400 വരെയായി. ഇനി 50 വരയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഹാഫ് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ 450. അടുത്തത് ജത്താലാലിന് 250 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ജത്താലാൽ 250 ആയതുകൊണ്ട് 2 എണ്ണം ഫുള്ള് വരയ്ക്കുന്നു. 50ക്ക് അടുത്തത് ഹാഫ് വരയ്ക്കുന്നു. 250. അടുത്തത് പൂനം ബെന്നിന് 700 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 7 എണ്ണം വരയ്ക്കണം. 7 ഫുൾ കൈറ്റ് വരയ്ക്കണം 700 ആകാൻ വേണ്ടി അല്ലേ? 1, 2, 3, 4, 5, 6, 7 ഫുൾ കൈറ്റ് വരച്ചിപ്പോൾ 700 ആയി. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹൗ മെനി സിമ്പിൾസ് റെപ്രസെൻറ്റ് ദ കൈറ്റ്സ് ദാറ്റ് റാണി പർച്ചേസ്ഡ്? റാണി പർച്ചേസ് ചെയ്ത കൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര സിമ്പിൾസ് യൂസ് ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ റാണിയുടേത് ഇതാ ഇവിടെയാണ്. എത്ര സിമ്പിൾസ് യൂസ് ചെയ്തു? 3 സിമ്പിൾസ് യൂസ് ചെയ്തു. അടുത്തത് ഹൂ പർച്ചേസ് ദ മാക്സിമം നമ്പർ ഓഫ് കൈറ്റ്? മാക്സിമം നമ്പർ ഓഫ് കൈറ്റ് പർച്ചേസ് ചെയ്തത് ആരാണ്? മാക്സിമം നമ്പർ ഓഫ് കൈറ്റ് പർച്ചേസ് ചെയ്തത്? പൂനം ബെന്നാണ് അല്ലേ? 7 കൈറ്റ്സിൻ്റെ പിക്ചേഴ്സ് നമ്മൾ വരച്ചു. അപ്പോൾ പൂനം ബെൻ. അടുത്തത് ഹൂ പർച്ചേസ് മോർ കൈറ്റ്സ്, ജസ്മീത്ത് ഓർ ചമൻ? ചമനാണോ ജസ്മീത്ത് ആണോ കൂടുതൽ കൈറ്റ് പർച്ചേസ് ചെയ്തത്? അപ്പോൾ ചമൻ ഫസ്റ്റ് 1 ആണ്. എത്രയാണ്? 250 ആണ് അല്ലേ? നമ്മൾ ഇവിടെ 200ഉം ഹാഫുമാണ് വരച്ചത്. ജസ്മീത്ത് 450. അപ്പോൾ ആരാണ്? ജസ്മീത്താണ് പർച്ചേസ് ചെയ്തത്. മോർ ജസ്മീത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. രുക്സാന സേസ് പൂനം വെൻ പർച്ചേസ് മോർ ദാൻ ഡബിൾ ദ നമ്പർ ഓഫ് കൈറ്റ്സ് ദാറ്റ് റാണി പർച്ചേസ്ഡ്. ഈസ് ഷീ കറക്റ്റ്? വൈ? അപ്പോൾ എന്താ രുക്സാന പറഞ്ഞത്? പൂനം വെൻ പർച്ചേസ് മോർ ദാൻ ഡബിൾ ദ നമ്പർ ഓഫ് കൈറ്റ്സ് ദാറ്റ് റാണി പർച്ചേസ്. റാണി പർച്ചേസ് ചെയ്തതിൻ്റെ ഡബിള് പൂനം വെൻ പർച്ചേസ് ചെയ്തു. അത് അവൾ പറഞ്ഞത് കറക്റ്റാണോ? എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, പൂനം ബെൻ പർച്ചേസ് ചെയ്തത് എത്രയാണ്? പൂനം ബെൻ 700 കൈറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തത്. അടുത്തത് ആരാണോ പറഞ്ഞിട്ടുള്ളത്? റാണി എത്രയാണ് പർച്ചേസ് ചെയ്തത്? 300 ആണ് പർച്ചേസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഡബിൾ ഓഫ് 300 എന്ന് പറയുമ്പോൾ എന്ത് വരും? 600 വരും. അപ്പോൾ 600-നേക്കാട്ടിൽ കൂടുതലാണല്ലോ പൂനം ബെൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ രുക്സാന എന്താ പറഞ്ഞത്? പൂനം ബെൻ പർച്ചേസ് മോർ ദാൻ ഡബിൾ ദ നമ്പർ ഓഫ് കൈറ്റ്സ് ദാറ്റ് റാണി പർച്ചേസ്. റാണി പർച്ചേസ് ചെയ്തതിൻ്റെ ഡബിളിനെക്കാട്ടിൽ കൂടുതൽ പൂനം ബെൻ പർച്ചേസ് ചെയ്തു. റാണി 300 ആണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 2 × 300 ആണ്. ദാറ്റ് ഈസ് 600. 600-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ് എന്ത്? 700. 600-നേക്കാട്ടിൽ കൂടുതലുണ്ട് 700. അപ്പോൾ ഈസ് ഷീ കറക്റ്റ്? എന്ത് നമുക്ക് പറയാം?
യെസ് എന്ന് പറയാം. യെസ്, രുക്സാന ഈസ് കറക്റ്റ്. വൈ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഡബിൾ ഓഫ് 300 ഈസ് 600. ക്ലിയർലി 700 ഈസ് മോർ ദാൻ 600. Hence, Poonam when purchased more than double the number of kites than Rani purchased. ഓക്കെ, ഇങ്ങനെ ഒരു സെൻറ്റൻസും കൂടെ നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. അപ്പം നമ്മുടെ പേജ് നമ്പർ 83 ആൻഡ് 84 ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത് ബാർ ഗ്രാഫ്സ് ആണ്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.